ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മലായി ചിക്കൻ കട്ട്ലേറ്റ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് റംസാനൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. വെറൈറ്റി ആയിട്ട് വേണമെന്ന് ചിന്തിക്കുന്നവർക്ക് ഇത് ഉണ്ടാക്കി നോക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു കട്ട്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇതാ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 500 ഗ്രാം ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്കൊരു 3 വലിയ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്കൊരു 1/2 ടീസ്പൂണ് ഇഞ്ചിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഡിപ്പ് ചെയ്യാനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്കൊരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആയാലും പ്രശ്നമില്ല, ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കോൺഫ്ലോർ ചേർക്കാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ മിക്സ് ആക്കിയതിന് ശേഷമാണ് ഞാൻ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/4 കപ്പിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. 1/8 കപ്പില്ലേ, ആ ഒരു കപ്പിൽ 1 കപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടിയും ചേർത്തിട്ട് ഈ ഒരു ലൂസിലാണ് നമുക്ക് ഈ ഒരു ബാറ്റർ വേണ്ടത്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് വേണ്ടത്. അപ്പോൾ അതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. നല്ലോണം കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഉടച്ചെടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് നല്ലോണം കൈ കൊണ്ട് ഞെരടി എടുത്തിട്ടുള്ളതാണ്, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്കൊരു 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്, അതും ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഫ്രഷ് ക്രീം ചേർക്കുമ്പോഴാണ് കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റായിട്ട് വരുന്നത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്കൊരു 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക, ചെറുതാക്കി കട്ടാക്കിയതാണ്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ബട്ടറില്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചിക്കൻ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് മയോണൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മയോണൈസ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഈ ഒരു മയോണൈസും അതേപോലെ തന്നെ ഫ്രഷ് ക്രീമും ചേർത്ത് എന്തായാലും കൊടുക്കണം. അപ്പോഴാണ് ഈ ഒരു ചിക്കൻ മലായി കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം കയ്യിൽ ഇത്തിരി ഓയിലാക്കിയതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. ചിക്കനിലെ വെള്ളമൊക്കെ ഊറിയതിന് ശേഷം വേണം കേട്ടോ അങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ ഒരു മാവ് നല്ലോണം ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അഥവാ ലൂസായി പോവുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് ഒന്ന് ടൈറ്റാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് നമ്മുടെ ഈ ഒരു കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല പെട്ടെന്ന് നമ്മൾ സാധാ കട്ട്ലേറ്റ് ഉണ്ടാക്കണേക്കാട്ടും എളുപ്പമാണ് കേട്ടോ ഈ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട്. ഉള്ളി വഴറ്റി അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട. നല്ല സുഖമായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമ്മളെ കട്ട്ലേറ്റ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഒരു ഓവലിൻ്റെ ഷേപ്പിലായിട്ടുള്ള കട്ട്ലേറ്റാണ് മലായി കട്ട്ലേറ്റ്. അപ്പോൾ കുറേ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലുള്ളതെല്ലാം വേറൊരു പാത്രത്തിലും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മലായി കട്ട്ലേറ്റ് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം തിളച്ച എണ്ണയിലേക്ക് വേണം ഈ ഒരു കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ലൂസൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം വേണം ഇതൊന്ന് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഫ്രീസറിലൊന്നും വെച്ചിട്ടില്ല, അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു ബ്രൗൺ നിറമാകുന്ന വരെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. ഈ ഒരു കട്ട്ലേറ്റ് പൊരിക്കുമ്പോൾ നല്ലോണം ബോൾ മാതിരി പൊള്ളി വരും കേട്ടോ. അതാണ് ഈ ഒരു കട്ട്ലേറ്റിൻ്റെ പ്രത്യേകത. നല്ല വൈറ്റായിട്ടുണ്ടാവും, ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് ആയിരിക്കും ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ സാധാ കട്ട്ലേറ്റ് കഴിക്കുന്ന പോലെയല്ല, വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കട്ട്ലേറ്റ് കഴിക്കുമ്പം. ഒരു തക്കാളി സോസും കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു കട്ട്ലേറ്റ്.
അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള പലഹാരം ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പം ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഉണ്ടാക്കിയത്. എൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.